ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുമുളകിൽ പൊള്ളിച്ചെടുത്ത ചാളയും കപ്പയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. കപ്പയുടെ കൂടെ മാത്രമല്ല, ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാൻ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുരുമുളകിൽ ചാള പൊള്ളിച്ചെടുക്കുന്നത് എന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ 1 കിലോ ചാളയാണ് എടുത്തിരിക്കുന്നത്. അത് നെടുകെ ഒരേ വര വരഞ്ഞ് വേണം എടുക്കാനായിട്ട്. അപ്പോഴേ ശരിക്കും ഉപ്പും പുളിയും കുരുമുളകൊക്കെ ശരിക്കും കയറുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് 2 അധികം പഴുക്കാത്ത തക്കാളി, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി അരിഞ്ഞത്, 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ ഒരു 5 പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചിയും ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം വേണം. പിന്നെ വേപ്പിലയും നല്ലതുപോലെ നമുക്ക് വേണം. അപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് നമ്മൾ ഉപയോഗിക്കാറ്. അങ്ങനെ ഉപയോഗിച്ചാലാണ് ടേസ്റ്റ്. അപ്പം നമുക്ക് ആദ്യം വേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ ഉള്ളി 1 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഉള്ളി ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. സവാള എടുക്കരുത്, ചെറിയ ഉള്ളി തന്നെ വേണം, അതാണ് ടേസ്റ്റ്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഞാനൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം പഴുക്കാത്ത തക്കാളി വേണം ഇതിനെടുക്കാനായിട്ട്. കാരണം നേരിയ പുളിപ്പൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റെഡ് കളർ കുറവായിരിക്കണം. എന്നാൽ കുരുമുളക് ഇട്ട് വെക്കുന്ന കറിക്ക് കുരുമുളകിൻ്റെ ആ ഒരു കളറാണ് നമുക്ക് ഈ കറിക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് അധികം പഴുത്ത തക്കാളി ചേർക്കരുത്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇത് തന്നെയാണ്. എരിവിന് വേണ്ടി ഇതാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 സ്പൂൺ ഗരം മസാല. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊരു 4-5 മിനിറ്റ് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു ഡാർക്ക് കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പക്ഷെ കരിഞ്ഞു പോവരുത്. ഇതിൽ നമ്മൾ റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നില്ല, കാരണം കുരുമുളകിൻ്റെ കളറാണ് നമുക്ക് ഈ കറിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു പകുതി ഭാഗം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് മീനൊക്കെ ഇതിൽ നിരത്തി കഴിയുമ്പോൾ ഇതിന് മേലെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം പകുതി നമുക്കിതിൽ നിന്ന് മസാല എടുത്ത് മാറ്റാം. പകുതി മസാല ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മീനിനൊപ്പം മാത്രമേ ഇതിൽ വെള്ളം നിൽക്കാൻ പാടുള്ളൂ. അതിനേക്കാളും കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി കൂടരുത്. കാരണം ഇത് അധികം ഗ്രേവി ഇല്ലാത്തൊരു കറിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളി കൂടുതൽ കുറവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം.
പക്ഷേ ഒരു നേരിയ പുളി മുന്നിട്ട് നിൽക്കുന്നതാണ്, ഒത്തിരിയല്ല, ഒരു നേരിയ പുളിപ്പ് അറിയണ രീതിയിൽ കറി വെക്കുന്നതാണ് ഇത് ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് മീനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കയ്യിൽ വെച്ച് ഇളക്കമൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ ശരിക്കും എല്ലാത്തിലേക്കും മുളകും അതുപോലെ മസാലയൊക്കെ ടേസ്റ്റ് ശരിക്കും കയറുള്ളൂ. കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. ഇതിന് മേലെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരല്പം വെള്ളം കൂടി ഇതിന് മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആ മീനിൻ്റെ ഒപ്പം വെള്ളം വരുന്ന രീതിയിൽ സ്വല്പം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ചട്ടി ഒന്നെടുത്തൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒരു കുറുകി വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇളക്കമൊന്നും ചെയ്യരുത്, മീൻ ഉടഞ്ഞു പോവുകയും ചെയ്യും, ഗ്രേവി ഇല്ലാത്തതാണ്. അപ്പോൾ ഇളക്കാതെ തന്നെ ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് മീനിൻ്റെ മേലെ ഇതിൻ്റെ ഗ്രേവി ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഒന്ന് പതുക്കെ മീനൊന്ന് താഴ്ത്തിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് ഈ ഗ്രേവിയൊക്കെ മീനിന് മേലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടിയൊന്ന് തുറക്കാം. എന്നിട്ട് ഈ ചട്ടി ഒന്നെടുത്ത് പതുക്കെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വേപ്പിലൊന്ന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് 4-5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കുരുമുളകിൽ പൊള്ളിച്ച് ചാള കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അപ്പോഴേക്കും ഈ ഗ്രേവിയൊക്കെ ശരിക്കും ഒന്നും കൂടി ഒന്ന് പറ്റി നല്ല കട്ടി ഗ്രേവി ആയിട്ട് കിട്ടും. ചാളയുടെ ലെവലിന് തന്നെ ഗ്രേവി ആയി കിട്ടും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേവി ഇത്തിരി കുറയും. പക്ഷേ ആ കുഴപ്പമില്ല, ആ ഗ്രേവി വെച്ച് നമ്മൾ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഒത്തിരി ഗ്രേവി ഇതിന് ആവശ്യമില്ല. ചോറുണ്ണാനും അതുപോലെ കപ്പ കഴിക്കാനും ചപ്പാത്തി ആണെങ്കിലും അതുപോലെ ഗോതമ്പ് ദോശ ഇതിന് നല്ലതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. കുരുമുളകിൽ പൊള്ളിച്ചെടുത്ത ചാള വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്കിത് നമ്മളിപ്പോൾ കപ്പയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അപ്പം നമുക്ക് കപ്പയുടെ കൂടെ ഒന്ന് സെർവ് ചെയ്യാം. കുരുമുളകിൽ പൊള്ളിച്ചെടുത്ത ചാളയും കപ്പയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.